ഇന്ന് നാം ഇംഗ്ലീഷിലെ ജെൻഡേഴ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ജെൻഡർ എന്നാൽ ലിംഗം. 4 തരത്തിലുള്ള ജെൻഡേഴ്സാണ് ഇംഗ്ലീഷ് ഭാഷയിലുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് മാസ്കുലിൻ ജെൻഡർ. നോക്കൂ, മാസ്കുലിൻ ജെൻഡർ, MASCULINE, മാസ്കുലിൻ ജെൻഡർ. എന്താണ് മാസ്കുലിൻ ജെൻഡർ എന്ന് പറഞ്ഞാൽ? അതിനെ മലയാളത്തിൽ പുല്ലിംഗം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആൺവർഗത്തിൽപ്പെട്ട നാമങ്ങളെ സൂചിപ്പിക്കുന്ന ആ വാക്കുകളെയാണ് നമ്മൾ മാസ്കുലിൻ ജെൻഡർ അല്ലെങ്കിൽ പുല്ലിംഗം എന്ന് പറയുന്നത്. എന്താണ് മാസ്കുലിൻ ജെൻഡർ? ആൺവർഗത്തെ കാണിക്കുന്ന നാമങ്ങളെയാണ് മാസ്കുലിൻ ജെൻഡർ എന്ന് നമ്മൾ പറയുന്നത്. ഓൾ നെയിംസ് ഓഫ് മെയിൽ ആനിമൽസ് ഓർ പേഴ്സൺസ് ആർ കോൾഡ് മാസ്കുലിൻ ജെൻഡർ. നെയിംസ് ഓഫ് മെയിൽ ആനിമൽസ് ഓർ പേഴ്സൺസ് ആർ കോൾഡ് മാസ്കുലിൻ ജെൻഡർ. അപ്പോൾ ഇവിടെ അതിനുദാഹരണം ആയി നോക്കാം. ബോയ് ആൺവർഗത്തെ സൂചിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് മാസ്കുലിൻ ജെൻഡറാണ്. അങ്കിൾ, അതുപോലെ കിങ്, മാൻ, ബുൾ എന്നാൽ കാള, ഹോഴ്സ്, ഡോഗ് എന്നിവ മാസ്കുലിൻ ജെൻഡറിന് ഉദാഹരണങ്ങൾ. അടുത്ത ജെൻഡറാണ് ഫെമിനിൻ ജെൻഡർ. എന്താണ് ഫെമിനിൻ ജെൻഡർ? FEMININE, ഫെമിനിൻ ജെൻഡർ. ഫെമിനിൻ ജെൻഡർ എന്നാൽ സ്ത്രീലിംഗം. അതായത് സ്ത്രീവർഗത്തെ സൂചിപ്പിക്കുന്ന നാമത്തെയാണ്, അല്ലെങ്കിൽ സ്ത്രീവർഗത്തെ സൂചിപ്പിക്കുന്ന നാമങ്ങളെയാണ് നമ്മൾ ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്നത്. That means names of female animals or persons are called feminine gender. സ്ത്രീവർഗത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നാമങ്ങളെയാണ് നമ്മൾ ഫെമിനിൻ ജെൻഡർ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഗേൾ, സ്ത്രീവർഗത്തെ സൂചിപ്പിക്കുന്ന പെൺകുട്ടികൾ എന്ന് പറയാൻ ഉപയോഗിക്കുന്ന വേർഡാണ്, അതുകൊണ്ട് ഗേൾ ഫെമിനിൻ ജെൻഡറാണ്. മദർ, ക്യൂൻ, കിങ് എന്നുള്ളതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ക്യൂൻ. വുമൺ, മാൻ എന്നുള്ളതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് വുമൺ. കൗ, ബുൾ എന്നുള്ളതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് കൗ. മെയർ, MARE, മെയർ എന്നാൽ ഹോഴ്സ് എന്നുള്ളതിൻ്റെ കുതിര എന്ന് പറഞ്ഞാൽ ഹോഴ്സ് എന്നാൽ ആൺകുതിര എന്നാണ്. പക്ഷേ MARE മെയർ എന്നാൽ പെൺകുതിര. അപ്പോൾ ഹോഴ്സിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് മെയർ. അടുത്തത് ബിച്ച്, BITCH, ബിച്ച് എന്ന് പറഞ്ഞാൽ പെൺപട്ടി. ഡോഗ് എന്നുള്ളതിൻ്റെ ഫെമിനിൻ ജെൻഡറാണ് ബിച്ച്. അടുത്ത ജെൻഡർ കോമൺ ജെൻഡർ. കോമൺ ജെൻഡർ എന്നാൽ സ്ത്രീക്കും പുരുഷനും പൊതുവായി നൽകുന്ന പേരുകളെ, ആ നാമങ്ങളെയാണ് നമ്മൾ കോമൺ ജെൻഡർ എന്ന് പറയുന്നത്. എന്താണ്? സ്ത്രീക്കും പുരുഷനും പൊതുവായി നാം കൊടുക്കുന്ന ആ പേരുകളെ അല്ലെങ്കിൽ ആ നൗൺസിനെ നമുക്ക് കോമൺ ജെൻഡർ എന്ന് വിളിക്കാം. അതായത് പൊതുനാമം എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. ഉദാഹരണത്തിന് ബേബി, കുട്ടി, അത് ആണാവാം പെണ്ണാവാം, പക്ഷേ അതിന് പൊതുവായി നമ്മൾ കൊടുക്കുന്ന പേര് ബേബി എന്നാണ്. അപ്പോൾ ബേബി ഒരു കോമൺ ജെൻഡറാണ്. അതുപോലെ ചൈൽഡ്, ആൺകുട്ടിയാവാം പെൺകുട്ടിയാവാം, പക്ഷേ അവർ പൊതുവായി കൊടുക്കുന്നത് ചൈൽഡ്. ഇപ്പോൾ ചൈൽഡ് എന്ന ആ പദം, ആ വേർഡ്, ആ നൗൺ ഒരു കോമൺ ജെൻഡറാണ്. കസിൻ, അതുപോലെ ഫ്രണ്ട്, പിന്നെ നൈബർ, നമ്മുടെ നൈബർ സ്ത്രീയാവാം പുരുഷനാവാം, പക്ഷേ പൊതുവായി നമുക്ക് കൊടുക്കാൻ കഴിയുന്ന പേരാണ് നൈബർ എന്നുള്ളത്, അതുകൊണ്ട് അത് ഒരു കോമൺ ജെൻഡറാണ്. സർവൻ എന്നിവയെല്ലാം കോമൺ ജെൻഡറിന് ഉദാഹരണങ്ങളാണ്. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ്, അവസാനത്തെ ജെൻഡറാണ് ന്യൂട്ടർ ജെൻഡർ. ന്യൂട്ടർ ജെൻഡറിന് നമ്മൾ മലയാളത്തിൽ നപുംസകലിംഗം എന്നാണ് പറയണത്. അതായത്
അത് ആണുമല്ല പെണ്ണുമല്ല, അതായത് സ്ത്രീയോ പുരുഷനോ അല്ലാത്തതും, സ്ത്രീയോ പുരുഷനോ ആയിരിക്കില്ല, സ്ത്രീയോ പുരുഷനോ അല്ലാത്തതും ജീവനില്ലാത്തതുമായിട്ടുള്ള നാമങ്ങളെയാണ് ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. എന്താണ്? സ്ത്രീയോ പുരുഷനോ അല്ലാത്തതും എന്നാൽ ജീവനില്ലാത്തതുമായിട്ടുള്ള ആ പേരുകളെ അല്ലെങ്കിൽ നൗൺസിനെയാണ് ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂട്ടർ ജെൻഡർ മീൻസ് all inanimate things which do not have life like animals or and human beings are called neuter gender. സ്ത്രീ ആയിരിക്കില്ല, പുരുഷനായിരിക്കില്ല, എന്നാൽ അവയ്ക്ക് ജീവനും ഉണ്ടാവില്ല. അങ്ങനെയുള്ള നാമങ്ങളെയാണ് നാം ന്യൂട്ടർ ജെൻഡർ എന്ന് പറയുന്നത്. ഉദാഹരണം ഡസ്ക്, ബോട്ടിൽ, പെൻ, മെഡോ, MEADOW, മെഡോ എന്നാൽ പുൽമേട്, അതുപോലെ റൂം. ഇവയ്ക്കൊന്നും ജീവനില്ല, അവ ആണുമല്ല പെണ്ണുമല്ല. സോ ദേ ആർ സെറ്റ് ടു ബി ഓഫ് ന്യൂട്ടർ ജെൻഡർ. അവയെ നപുംസകലിംഗം എന്ന് വിളിക്കാം. അപ്പോൾ കിങ്, ക്യൂൻ, ബോയ്, ഗേൾ, ബ്രദർ, സിസ്റ്റർ, ബുൾ, കൗ ഉണ്ടോ? ഇവിടെ മാസ്കുലിൻ ജെൻഡറിന് നമ്മൾ സെപ്പറേറ്റ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഫെമിനിൻ ജെൻഡർ ഇവിടെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൈ യൂസിങ് സെപ്പറേറ്റ് വേർഡ്സ്, വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെമിനിൻ ജെൻഡർ അല്ലെങ്കിൽ സ്ത്രീലിംഗം ഇങ്ങനെ രൂപീകരിക്കാം. യെസ്, അപ്പോൾ ഫെമിനിൻ ജെൻഡർ രൂപീകരിക്കാൻ ഉള്ള അടുത്ത ഒരു മാർഗം അല്ലെങ്കിൽ അടുത്തൊരു വേ ആണ് ബൈ യൂസിങ് ESS ടു ദ മാസ്കുലിൻ. ഈ മാസ്കുലിൻ ജെൻഡറോട് ESS എന്ന് ചേർത്താൽ ചില വാക്കുകളുടെ ഫെമിനിൻ ജെൻഡർ സ്ത്രീലിംഗം കിട്ടുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഹെയർ, HEIR, ഹെയർ എന്ന് പറഞ്ഞാൽ അവകാശി. അതിൻ്റെ സ്ത്രീലിംഗം എന്ന് പറഞ്ഞാൽ HEIRESS, ഹെയറസ്, അവകാശിനി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയണം. ആക്ടർ എന്നുള്ളതിൻ്റെ ആക്ടറോട് ESS എന്ന് ചേർത്താൽ ആക്ട്രസ് എന്ന് കിട്ടും. ആക്ട്രസ് എന്ന് പറഞ്ഞാൽ നടി. ആക്ടർ, ആക്ട്രസ്. അടുത്തത് ഹോസ്റ്റ്, ഹോസ്റ്റസ്. ഹോസ്റ്റ്, ഹോസ്റ്റസ്. ലയൺ, അത് ആൺസിംഹമാണ്, LION, ലയൺ. പെൺസിംഹം എന്ന് കിട്ടാൻ LION, ESS എന്ന് ചേർത്താൽ മതി, ലയണസ്. മാസ്റ്റർ, മിസ്ട്രസ്. അപ്പോൾ ഇങ്ങനെ മാസ്കുലിൻ ജെൻഡറിനോട് ESS എന്ന് ആഡ് ചെയ്താൽ ചില വാക്കുകളുടെ, എല്ലാത്തിൻ്റെ അല്ല, ചില വാക്കുകളുടെ ഫെമിനിൻ ജെൻഡർ അഥവാ സ്ത്രീലിംഗം ലഭിക്കുന്നതാണ്. അടുത്തതായി ഒരു മാർഗം, അവസാനമായൊരു മാർഗം കൂടി പറയാം. നോക്കാം. ഇവിടെ ഒരു മെയിൻ വേർഡിനോടൊപ്പം ഒരു മെയിൻ വേർഡിനോട് ആ മെയിൻ വേർഡിന് മുൻപിലോ അല്ലെങ്കിൽ ശേഷമോ, ഒരു പ്രധാന വേർഡിന് മുൻപിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ അതിൻ്റെ സെക്സിനെ കാണിക്കുന്ന, അതിൻ്റെ ലിംഗത്തെ കാണിക്കുന്ന വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് മാസ്കുലിൻ ജെൻഡർ ഫെമിനിൻ ജെൻഡറാക്കി മാറ്റാം. ഉദാഹരണത്തിന് ഇവിടെ നോക്കൂ, ഗോട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ മെയിൻ വേർഡ്. അപ്പോൾ ഗോട്ട് എന്ന് പറഞ്ഞാൽ ആട് എന്ന് മാത്രമേ നമുക്ക് അർത്ഥം കിട്ടണുള്ളൂ. പക്ഷേ ആണാട് എന്നർത്ഥം കിട്ടാൻ നമുക്ക് ആണ് എന്ന്, അല്ലെങ്കിൽ ആണിനെ കാണിക്കുന്ന ഹി എന്ന വേർഡ് ഉപയോഗിക്കാം. ഗോട്ടിന് മുമ്പ് ഹി എന്ന് ഉപയോഗിച്ചാൽ ഹി ഗോട്ട് എന്ന് പറഞ്ഞാൽ ആണാട്. അതിൻ്റെ ഫെമിനിൻ ജെൻഡറോ ഷീ ഗോട്ട്. കണ്ടോ, ഈ ഗോട്ട് എന്ന വേർഡിന് മുന്നിലായി അതിൻ്റെ സെക്സിനെ കാണിക്കുന്ന, അതിൻ്റെ ലിംഗത്തെ കാണിക്കുന്ന ഷീ ഉപയോഗിച്ചിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒരു മെയിൻ വേർഡിന് മുൻപിലോ അല്ലെങ്കിൽ അതിന് ശേഷമോ അതിൻ്റെ സെക്സിനെ കാണിക്കുന്ന പദം ഉപയോഗിച്ചുകൊണ്ട് മാസ്കുലിൻ ജെൻഡറിനെ ഫെമിനിൻ ജെൻഡറാക്കി മാറ്റാം. അതിനുദാഹരണമാണ് ഹീ ഗോട്ട്, ഷീ ഗോട്ട്. അതുപോലെ മാൻ സർവൻറ്റ് എന്ന് പറഞ്ഞാൽ ആൺവേലക്കാരൻ. ഫെമിനിൻ ജെൻഡറോ മെയ്ഡ് സർവൻറ്റ്. കണ്ട, മെയ്ഡ് എന്ന സ്ത്രീയെ കാണിക്കുന്ന അവരുടെ സെക്സിനെ കാണിക്കുന്ന ഒന്നാണ്. ലാൻഡ് ലോഡ്, കണ്ട, ലാൻഡ് ലോഡ്, ജന്മി, ലാൻഡ് ലോഡ്,
പ്രഭു, ലാൻഡ് ലേഡി. അതുപോലെ പീകോക്ക്, കേട്ടാ, പീകോക്ക്, പീഹൻ. പിന്നെ മിൽക്ക് മാൻ, മിൽക്ക് മെയ്ഡ്. ഇതുപോലെ മെയിൻ വേർഡിന് മുൻപിലോ അല്ലെങ്കിൽ മെയിൻ വേർഡിന് ശേഷമോ അവയുടെ സെക്സിനെ കാണിക്കുന്ന ഒരു വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫെമിനിൻ ജെൻഡർ ഉണ്ടാക്കിയെടുക്കാം. ബൈ ആഡിങ് എ വേർഡ് ഇൻഡിക്കേറ്റിംഗ് സെക്സ് ബിഫോർ ഓർ ആഫ്റ്റർ ദ മെയിൻ വേർഡ്. ഇങ്ങനെയും ഫെമിനിൻ ജെൻഡർ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്.